ഉമ്മൻചാണ്ടിയെ വിമർശിച്ച് രംഗത്ത് വന്ന മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് മറുപടി കൊടുത്ത് വി.ഡി. സതീശൻ രംഗത്ത് വന്നിരുന്നു. അതിനുശേഷമാണ് സതീശന് സ്വന്തം കൂട്ടത്തിൽ നിന്നും മൂട്ടിൽ നിന്ന് പണി കിട്ടിയത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ പരാമർശത്തിൽ മന്ത്രി ഗണേഷ് കുമാർ മാപ്പ് പറയണമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. ഉമ്മൻചാണ്ടി ആരുടെയും ജീവിതം തകർത്തിട്ടില്ലെന്നും അദ്ദേഹത്തെ പറ്റി പറഞ്ഞ പ്രസ്താവന പിൻവലിക്കണമെന്നും സതീശൻ ദില്ലിയിൽ വെച്ചായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഗണേഷിന്റെ കുടുംബ പ്രശ്നം തീർക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചത്. ഭാര്യ തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. വി.ഡി. സതീശൻ ഈ ഒരു പ്രസ്താവന നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പോരിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടം കൂട്ടർ അല്ലെങ്കിൽ തന്നെ സതീശനെ നോട്ടമിട്ടിരിക്കുകയാണ്. അവർക്ക് കിട്ടിയ ഒരു വജ്രായുധം അവർ പ്രയോഗിച്ചു എന്നുള്ളതാണ്. ഇതോടെ വി.ഡി. സതീശൻ ഡയലോഗ് അടിച്ച് വന്നത് മുഴുവൻ വെള്ളത്തിൽ വരച്ച വര പോലെയായി. സതീശന്റെ ഡയലോഗ് അടി കഴിഞ്ഞതും പൂര തെറിവിളിയായിരുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേസിൽ ആരോപണ വിധേയനായി ഉമ്മൻചാണ്ടി നിന്നപ്പോൾ പിന്നിൽ നിന്ന് കുത്തിയതിൽ പ്രധാനികളിൽ ഒരാൾ വി.ഡി. സതീശനാണ്. ഈ കേസിൽ ഉമ്മൻചാണ്ടിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടെന്ന് അന്ന് AICC സെക്രട്ടറി ആയിരുന്ന സതീശൻ തുറന്നടിച്ചത് കേരളം മറന്നിട്ടില്ല. സതീശൻ ഉമ്മൻചാണ്ടിയോട് നല്ല കലിപ്പുണ്ടായിരുന്നു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭ വരുമ്പോൾ മന്ത്രിക്കുപ്പായം തയ്ച്ചുവെച്ച് മനക്കോട്ട കെട്ടിയിരുന്ന ആളാണ് സതീശൻ. ധനകാര്യ വകുപ്പ് നോട്ടമിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഒന്നും നടന്നില്ല. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഊഴം കിട്ടിയില്ല. സ്വന്തം ഗ്രൂപ്പിലുള്ളവർക്ക് കസേര കൊടുക്കാൻ സതീശനെ ഉമ്മൻചാണ്ടി ഒതുക്കിയെന്ന രോഷം സതീശൻ ഗ്രൂപ്പ് ഉയർത്തിവിട്ടു. കുറെ കാലമായില്ലേ അധികാരം കൈപ്പിടിയിൽ ഒതുക്കി ഇരിക്കുന്നു, പ്രായമായില്ലേ ഇനി നിർത്തി വീട്ടിലിരുന്നുകൂടെ എന്ന് ഉമ്മൻചാണ്ടിയെ പച്ചയ്ക്ക് വിമർശിച്ചവരിൽ ഒരാൾ കൂടിയാണ് സതീശനും സതീശൻ ഗ്രൂപ്പും. ഉമ്മൻചാണ്ടിയെ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശിക്കാൻ ആളെ ഇറക്കിയ പ്രധാനി കൂടിയാണ് വി.ഡി. സതീശൻ. അതൊന്നും ഞങ്ങളെ കൂടുതൽ ഓർമ്മിപ്പിക്കരുത് എന്നാണ് ഇപ്പോൾ സ്വന്തം കൂട്ടത്തിലുള്ളവർ തന്നെ സോഷ്യൽ മീഡിയയിൽ സതീശനിട്ട് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ തൊടുന്നോടാ എന്നും ചോദിച്ച് ഗണേഷിനെതിരെ വാളെടുത്തിറങ്ങിയ സതീശൻ കൂട്ടരുടെ നെഞ്ചത്ത് കുത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗ്രൂപ്പും. ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തിയവനാണ് സതീശനെന്ന് രാഹുൽ ആർമിയും വെടിപൊട്ടിച്ചതാണ് സതീശന് പണിയായിരിക്കുന്നത്. മാങ്കൂട്ടം ആർമിക്ക് പ്രധാന ശത്രു സതീശനാണ്. പെണ്ണുകേസിൽ രാഹുലിനെ കുടുക്കിയത് സതീശനാണെന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ട് സതീശനിട്ട് പണിയാൻ കിട്ടുന്ന അവസരങ്ങൾ അവർ പാഴാക്കാറില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീശനെ പറവൂരിലിട്ട് തീർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടിരിക്കുന്നത്. എന്നാൽ മറ്റൊരു വഴിക്കൂടെ സതീശനെ 8 നിലയിൽ പൊട്ടിക്കാൻ മാങ്കൂട്ടം ഷാഫി ഗ്രൂപ്പും കളിക്കുന്നുണ്ട്. ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വട്ടം കൂട്ടി നിൽക്കുന്ന സതീശൻ 8 അല്ല 16 നിലയിൽ പൊട്ടണമെന്ന് മാങ്കൂട്ടം കൂട്ടരുടെ ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദത്തിന്റെ തുടക്കത്തിൽ റിനി വിമർശനങ്ങളുമായി വന്നപ്പോഴേ സതീശനെ സ്കെച്ചിട്ടതാണ് സൈബർ ഗ്രൂപ്പ്. പിന്നീട് നമ്മൾ കണ്ടതാണ് സൈബറിടത്തിൽ രാഹുൽ ആർമി സതീശനെ പൂക്കുല പോലെ ചിതറിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരായ സൈബർ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പറയാൻ പാർട്ടി പോലും അന്ന് തയ്യാറായില്ല. പല വേദികളിൽ നിന്ന് രാഹുലിനെ ഇറക്കിവിട്ടു സതീശൻ. പാർട്ടി പരിപാടികളിൽ നിന്ന് രാഹുലിനെ വിലക്കി. സഭയിൽ വന്നേക്കരുതെന്ന് ഉത്തരവിട്ടു. അങ്ങനെ എല്ലായിടത്തു നിന്നും മാങ്കൂട്ടത്തെ സതീശൻ ആട്ടിയിറക്കിയത് യൂത്ത് പ്രവർത്തകർക്കിടയിൽ പ്രതികാരം ആളിക്കത്തിച്ചു. പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുലിനെ ആട്ടി അകറ്റാൻ കളിച്ചത് സതീശനാണെന്നും സൈബർ ഗ്രൂപ്പ് ഉറച്ചു വിശ്വസിക്കുന്നു. അവർക്ക് വി.ഡി. സതീശനെ കണ്ടുകൂടാ. എങ്ങനെയും സതീശനെ പൊട്ടിച്ചു കൊടുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഗണേഷ് കുമാറിന് മറുപടി കൊടുത്തുകൊണ്ട് രംഗത്ത് വന്ന സതീശനെ ഒരു വഴിക്കൂടെ രാഹുലിന്റെ സൈബർ ഗ്രൂപ്പ് വെട്ടി നിലത്തിട്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ ചേർത്ത് പിടിച്ച് സതീശൻ ഇപ്പോൾ സംസാരിക്കുന്നത് വെറും നാടകം കളിയെന്ന് സൈബർ ഗ്രൂപ്പുകളുടെ പരിഹാസം. ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ ഇട്ടുകൊടുത്തവൻ ഇന്ന് ഉമ്മൻചാണ്ടി സ്നേഹം വാരി വിതറുന്നത് അധികാരം പിടിക്കാൻ വേണ്ടി മാത്രമാണ്. ഉമ്മൻചാണ്ടിയെ ചതിച്ചവനെന്ന പേര് തുടച്ചു നീക്കാൻ സതീശൻ കളിക്കുന്ന കളിയാണിതെന്നും പച്ചയ്ക്ക് പരിഹാസം. ഇതേ സോളാർ കേസിലാണ് ഉമ്മൻചാണ്ടിയെ വിമർശിച്ച് പലതവണ സതീശൻ സംസാരിച്ചത്. അതൊന്നും ഞങ്ങൾ മറക്കില്ലെന്ന് സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന് ഓർമ്മപ്പെടുത്തൽ വരുമ്പോൾ അത് ചില്ലറ വിഷയമല്ല. ഉമ്മൻചാണ്ടി ഉള്ളിടത്തോളം കാലം തനിക്ക് അവസരം കിട്ടില്ലെന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിൽ എന്തെല്ലാം നെറികേടുകളാണ് സതീശൻ കാണിച്ചതെന്നും ഓർമ്മപ്പെടുത്തൽ വരുന്നുണ്ട്. പക്ഷെ അന്ന് കാലുവാരിയ സതീശൻ ഓർത്തില്ല ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞാലേ 10 വോട്ട് കിട്ടുകയുള്ളൂ എന്ന്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസും UDFും ഒക്കെ നേരിടാൻ പോകുന്നതും ഉമ്മൻചാണ്ടി പ്രഭാവലയം കാണിച്ച് തന്നെയാണ്. ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കണ്ട് കിളിപോയ സതീശൻ അടവ് മാറ്റിപ്പിടിച്ചതാണ് മറ്റൊരു ചരിത്രം. അതിനുശേഷമായിരുന്നല്ലോ ഉമ്മൻചാണ്ടി സ്നേഹം അങ്ങ് സതീശന് മൂത്തത്. അദ്ദേഹം പുണ്യാളനാണ്, നീതിമാനാണ്,
കല്ലറയിലേക്ക് ജനപ്രവാഹം കണ്ടില്ലേ, അതൊക്കെ അദ്ദേഹം ഒരു പുണ്യാളനായതുകൊണ്ടാണ് എന്നൊക്കെ എത്രയോ വേദികളിലാണ് പിന്നീട് സതീശൻ തള്ളിമറിച്ചു പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ പിൻഗാമികളാണ് ഞങ്ങളെന്ന് സതീശന് തന്നെ പറയേണ്ടി വന്നു. മരണശേഷവും അദ്ദേഹമല്ലാതെ ഞങ്ങളെ വഴി നടത്താൻ മറ്റാരാണുള്ളതെന്നും ഒരേ ഒരു ഉമ്മൻചാണ്ടി എന്നും വിമർശിച്ച അതേ നാവ് കൊണ്ട് തന്നെ സതീശന് പറയേണ്ടി വന്നതും ചരിത്രമാണ്. ഉമ്മൻചാണ്ടി വിഷയത്തിൽ സതീശന്റെ ഇരട്ടത്താപ്പ് മുന്നേ പൊളിച്ചടുക്കിയതാണ് CPM നേതാവ് K. അനിൽകുമാർ. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വളവള അടിക്കുമെങ്കിലും സതീശന്റെ കാര്യത്തിൽ അനിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ പച്ചയ്ക്ക് പല സത്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കണമെന്ന് സതീശൻ ഡയലോഗ് അടിച്ചു വന്നപ്പോഴായിരുന്നു അനിൽ ഇങ്ങനെ ഒരു മറുപടി കൊടുത്തത്. ആ പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. എറണാകുളം DCCയുടെ അനുശോചന യോഗത്തിൽ പങ്കെടുത്ത് പ്രതിപക്ഷ നേതാവായ അങ്ങ് തന്നെയാണ് വിശുദ്ധ പദവിയുടെ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. എന്നു മുതലാണ് താങ്കൾക്ക് ഉമ്മൻചാണ്ടി വിശുദ്ധനായത്? 2016-ൽ UDF തോറ്റു. അന്നേ വരെ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയെ മാറ്റി പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തലയെ അവരോധിച്ചപ്പോൾ താങ്കൾക്ക് ഉമ്മൻചാണ്ടി വിശുദ്ധനായിരുന്നു. അതിനുശേഷം മരിക്കുന്നതുവരെ സാധാരണ MLA മാത്രമായി ഉമ്മൻചാണ്ടിയെ പരിമിതപ്പെടുത്തിയതിൽ താങ്കൾ കേരളത്തോട് മാപ്പ് പറയുന്നുണ്ടോ? അതിനുശേഷം ജസ്റ്റിസ് ശിവരാജൻ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അത് പുറത്തു വന്ന ദിവസം താങ്കളുടെ പ്രതികരണം കേട്ടു. ഉമ്മൻചാണ്ടി വിശുദ്ധനെന്ന് താങ്കൾ പറഞ്ഞില്ല. താങ്കൾ ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറഞ്ഞ യൂദാസ് ആയിരുന്നു അന്ന്. തീർന്നില്ല. 2021-ൽ കോൺഗ്രസും UDFും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും തോറ്റു. വീണ്ടും പ്രതിപക്ഷ നേതൃപദവി. പുണ്യാളൻ നമ്മെ നയിക്കും എന്ന് താങ്കൾ പറഞ്ഞില്ല. പുണ്യാളനെയും ചെന്നിത്തലയെയും ഒരുമിച്ച് വെട്ടിവീഴ്ത്തി താങ്കൾ പ്രതിപക്ഷ നേതൃസ്ഥാനം നേടി. നന്ന്. മരണം വരെ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ തഴഞ്ഞില്ലേ? K. സുധാകരന്റെ കൂടെ കൂടി മുൻ തലമുറയിലെ നേതാക്കളെ അവഗണിക്കുന്നതിനെതിരെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഹൈക്കമാൻഡിന് മുന്നിലേക്ക് പോയപ്പോഴും നിങ്ങൾക്ക് പുണ്യാള ബോധമുണ്ടായില്ല. അവസാനം A ഗ്രൂപ്പുകാർ ഡൽഹിക്ക് പോകാൻ വീണ്ടും തീരുമാനിച്ചപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ വിയോഗം. ഇപ്പോൾ തെരഞ്ഞെടുപ്പായി സൂത്രത്തിൽ ജയിക്കണം. അതിനായി ഒരു കെട്ടുകഥ, മിത്തുകളുടെ നിർമ്മിതി. സവർക്കറുടെ ചിത്രത്തിനു മുന്നിൽ വിളക്ക് കൊളുത്താൻ മടിയില്ലാത്ത താങ്കൾക്ക് വിശ്വാസികളെ എങ്ങനെ ചൂഷണം ചെയ്യണമെന്നറിയാം. ഇതായിരുന്നു അനിൽ എന്ന് പങ്കുവച്ച ആ ഒരു പോസ്റ്റ്. അതായത് ഉമ്മൻചാണ്ടിയെ എല്ലായ്പ്പോഴും പിന്നിൽ നിന്ന് കുത്താൻ സതീശൻ ആവോളം കളിച്ചിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുന്നതായിരുന്നു ഈ ഒരു പോസ്റ്റും. അത് സത്യം തന്നെ ആയിരുന്നല്ലോ. നമ്മൾ കേരളം ഇതിനു മുൻപ് കണ്ടതാണ് ഉമ്മൻചാണ്ടി വിഷയത്തിൽ സതീശന്റെ നിലപാടുകളും ഒക്കെ. അതൊക്കെ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തതുമാണ്. എന്തായാലും ഇപ്പോൾ ഗണേഷ് കുമാർ ചാണ്ടി ഉമ്മൻ തർക്കത്തിൽ ഇടപെടാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ ഗണേഷ് കുമാർ അവാസ്തവം പ്രചരിപ്പിക്കുന്നുവെന്നും അത് ശക്തമായി നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നും നേതൃത്വം പറയുന്നു. മരിച്ചിട്ടും ഉമ്മൻചാണ്ടിയെ വേട്ടയാടാനുള്ള ശ്രമം നോക്കി നിൽക്കില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയോട് നെറുകേടി കാണിച്ചുവെന്നും ഉമ്മൻചാണ്ടിയെ അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചിഴച്ചെന്നും വലിയ വിമർശനമാണ് ഇപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ഉയരുന്നത്. അവസാന നിമിഷം വരെ ഉമ്മൻചാണ്ടി ഗണേഷിനോട് മാന്യതയാണ് കാണിച്ചതെന്നും എന്നാൽ ഗണേഷ് കുമാറിൽ നിന്ന് അതുണ്ടായില്ല എന്നും കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചു. തന്നെ സ്നേഹിച്ച പോലെയാണ് ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറിനെയും സ്നേഹിച്ചതെന്നും കുടുംബത്തോട് ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നും പത്തനാപുരത്തെ ഒരു പരിപാടിയിൽ വെച്ച് ചാണ്ടി ഉമ്മൻ പറഞ്ഞതായിരുന്നു ഈ പോരിന്റെ തുടക്കം.